ഹലോ, ഇന്ന് ഞാൻ ഭയങ്കര ഗ്ലൂമി ആയിട്ടൊരു ദിവസമാണ് കേട്ടോ. എന്താ പറയുക, എല്ലാ ദിവസവും എനിക്കൊരുപോലെയല്ല. ചില ദിവസം ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. എനിക്ക് ചില ദിവസം കാരണം അറിയാത്ത എന്തോ ഒരു സങ്കടം എന്നെ വല്ലാതെ പിടിച്ചു മുറുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മുറ്റത്ത് ചെടികളൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ ഞാൻ നമ്മളെ പയറിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ഇങ്ങനെ ആ പയറിടുന്ന ചട്ടി ഉണ്ടല്ലോ, ചട്ടിയുടെ അടിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തുളയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വെള്ളം അതിൽ കെട്ടിക്കിടന്നിട്ട് ചീഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇട്ട പയറൊക്കെ ചീഞ്ഞു പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ അന്നേരം ആ ലൈറ്ററൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഇട്ട പയറിനെ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ തുളയിട്ട് കൊടുക്കാണ് കേട്ടോ. അത് ലൈറ്റർ കൊണ്ട് ഇങ്ങനെ നമ്മുടെ പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലാണ് അത് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇങ്ങനെ അതിലിങ്ങനെ കെട്ടിക്കിടക്കാതെ ഊർന്ന് താഴത്തേക്ക് പോകും. അപ്പോൾ എല്ലാ ചെടിച്ചട്ടിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ കവറിൽ മണ്ണിട്ട് കൊടുക്കാൻ കവറിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓട്ടിട്ട് കൊടുക്കും കേട്ടോ. എന്നാലാണ് ആ വെള്ളം അങ്ങനെ മണ്ണിലേക്ക് പോകാനും അതായത് കെട്ടിക്കിടന്നിട്ട് നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര സൈലൻ്റാണ്. മോൻ ഉറങ്ങിയ സമയത്താണ് ഞാൻ എന്നത് ചെയ്യാം എന്ന് കരുതി പുറത്തേക്ക് പോയത് കേട്ടോ. ചിലപ്പോൾ ഭയങ്കര സങ്കടം, ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ചെടിയൊക്കെ നട്ട് ആറ്റുനോട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കാണാണ്ടാവുക, അങ്ങനെയൊക്കെ കഴിയുമ്പോൾ സങ്കടം വരും കേട്ടോ. ഇതിപ്പം ഫുൾ അഴുകിപ്പോയി എന്ന് വെച്ചാൽ അതായിട്ട് ആയോ എന്ന് പോയി നോക്കണമെന്നാണ്. പക്ഷേ ആ തലേദിവസം ഒഴിച്ച് വെള്ളം അതിൽ തന്നെ ഇങ്ങനെ കിടന്നിട്ട് അതങ്ങോട്ട് നാശമായിപ്പോയി എന്ന് കണ്ടിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് മണ്ണ്, അവിടെ നല്ല നനഞ്ഞ മണ്ണല്ല, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ്. അത് കൊത്തിയിട്ടും കിട്ടണില്ല. കുറച്ച് കൊത്തിയെടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ചീരയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് വെച്ചാൽ പട്ടിക്കുട്ടി വന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ തരയുണ്ട്. ആ ചീര ഞാൻ പൊട്ടിക്കാറൊന്നുമില്ല. അത് ഇവിടെ അല്ലാതെ ഉണ്ടാവണതാണ് കേട്ടോ. ഇവിടെ ഉള്ള ആർക്കും അത് ചീരയാണെന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല തോന്നുന്നു. ആരും അത് കഴിക്കാറില്ല. ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ പുട്ടിന് മാവ് കുഴക്കണ മാതിരി നമ്മൾ അതിങ്ങനെ കല്ലുങ്കട്ട ഇങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ വാരി കുറച്ച് കളഞ്ഞതാണ്. കല്ലുങ്കട്ട കിടന്നെങ്കിൽ വല്ലാതെ ഡ്രൈ, പിന്നെ കാറ്റായ കാരണം കൊണ്ട് ഡ്രൈ ആയി പോവാണ്. വെള്ളം നിൽക്കണില്ല അധികം. എന്നാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയെന്നാണ്. വെള്ളം ഇങ്ങനെ നന്നായിട്ട് ദാവം ചെയ്തു. അങ്ങനെ ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് പതിവ് പോലെ നമ്മുടെ ചെറുപയറിൻ്റെ ഡപ്പ കൊണ്ടുവന്നു. ചെറുപയർ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മണ്ണൊന്ന് നനപ്പിച്ച് കൊടുക്കണം. എന്നാലാണ് അത് നല്ല ഡ്രൈ ആയിരിക്കുമല്ലേ. അത് നനച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചെറുപയർ ഇട്ടു. എന്നിട്ട് ആ മണ്ണിങ്ങനെ മാവ് കുഴക്കണ പോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാനത് കറക്റ്റായിട്ടത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് കാറ്റത്ത് പാറി പോവാതെ, അത് ജസ്റ്റ് ഒരു കൊളുത്തല്ലേ, അപ്പോൾ കാറ്റത്ത് ഈ കൊളുത്ത് ഇങ്ങനെ വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കൊളുത്തിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയൊരു കഷ്ണം തുണിയൊക്കെ എടുത്ത് കെട്ടി ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതാകുമ്പോൾ അവിടെ മുകളിൽ നിന്നോളൂല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ ചെറിയ 2-3 ചീര നട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കെട്ടിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ സെറ്റായി. പക്ഷെ ഗ്ലൂമി ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചെടി നടുക, മണ്ണ് നിറയ്ക്കുക എന്നൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കാനും ഇഷ്ടപ്പെടുന്ന ആളല്ല. മീൻസ് അത് വീട്ടിൽ ഏട്ടനുണ്ടെങ്കിലാണ് ഞാൻ ഇതിലൊക്കെ ഇൻവോൾവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. TV കണ്ടിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലല്ല നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് മിഷ്യൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിരിക്കുക കേട്ടോ. വീഡിയോസൊക്കെ കണ്ടിരിക്കുമ്പോഴും ഒരു സുഖമില്ല. മൊത്തത്തിൽ ഒരു അലമ്പ് ഡേ ആയിരുന്നു. മനസ്സിനൊരു എന്തൊക്കെയോ ഒരു സങ്കടം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, പോപ്കോൺ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പോപ്കോൺ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെൻഷൻ വരുന്ന സമയത്ത് കുറച്ചിങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നു പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. പോപ്കോൺ ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ നൂഡിൽസ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മസാല കിട്ടില്ല, എന്താണ് നൂഡിൽസ് മസാല. ഈ മസാല നമ്മൾ പോപ്കോൺ ഉണ്ടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് വൈകുന്നേരം ഏട്ടൻ്റെ കൂടെ നിന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാരണങ്ങളൊക്കെ ഉണ്ടാക്കണതാണ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പോയിട്ട് സിബ് മേടിക്കാൻ വേണ്ടി എൻ്റെ ഡ്രസ്സിലൊക്കെ സിബ് വെക്കാനുള്ള പ്ലാനാണ്. കുറേ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. മോന് ഫീഡ് ചെയ്യേണ്ടതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റില്ല, സിബില്ലാത്തതുകൊണ്ട്. സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി പോയി. പിന്നെ മോനൊരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയി. അവന് പുറത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് വേണം, അല്ലെങ്കിൽ അവൻ്റെ കാലിൽ കട്ടുറുമ്പ് ഒരു ദിവസം കടിച്ചു. അപ്പോൾ അത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ 2-3 ചെരുപ്പ് നോക്കി. അവിടെ ചെന്നപ്പോൾ ചെരുപ്പൊക്കെ ആശാൻ അയാൾ കൊടുക്കുന്നതൊക്കെ, പക്ഷേ
മേടിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എല്ലായിടത്തും ചെന്നാലും എല്ലാവരും കുട്ടികളെ കൊഞ്ചിക്കും. പക്ഷേ ഈ ചെരുപ്പ് കടയിൽ ചെന്നപ്പം കുട്ടി അടുത്ത് ചെന്ന് മേടിച്ചിട്ടൊന്നും പുള്ളി കുട്ടീനെ കൊഞ്ചിക്കാനോ മൈൻഡ് ചെയ്യാനോ കുട്ടി വല്ലതും വലിച്ചിട്ട് കഴിഞ്ഞാൽ എടുത്ത് വെക്കണമെന്ന് ഓർത്തിട്ടാണെന്ന് അറിയില്ല. അയാളിങ്ങനെ കുട്ടീനെ കൊഞ്ചിക്കണമെന്ന് കണ്ടത്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല കടയിൽ നിൽക്കാൻ. നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുമ്പം എനിക്കങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ വല്ലാതെ കെയർ ചെയ്യണം. അങ്ങനെയൊക്കെ എനിക്ക് അവിടെ നിന്ന് മേടിക്കാനൊക്കെ തോന്നും. പിന്നെ അത് തൽക്കാലം പറഞ്ഞാൽ വാങ്ങിച്ചു. അല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും ജസ്റ്റ് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് പോന്നു അവിടെ നിന്ന്. അങ്ങനെ മോൻ 2-3 ചെരുപ്പ് ഇട്ട് നോക്കി. എല്ലാതും അവന് ഇഷ്ടമായി. അവന് എല്ലാ ചെരുപ്പും ഇഷ്ടമായി. അതാണ് രസം. പിന്നെ അതാ വരണ വഴിക്ക് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് എപ്പോഴും ഈ ഉണ്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗോതമ്പുണ്ട നല്ല ടേസ്റ്റാണത്. ഗോതമ്പിൻ്റെയാണത് ഉണ്ടാക്കണം. ഗോതമ്പും പഴമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വാങ്ങിച്ചു. ആദ്യം എന്താ അങ്ങനെ പമ്മി ഇരിക്കുന്ന വെച്ചാൽ അവനൊരു പൊട്ട് കൊടുത്തു. അങ്ങനെ പമ്മി ഇരുന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ പറഞ്ഞു ആ മീൻ വാങ്ങിയിട്ട് പോകാമെന്നുണ്ട്. വെറൈറ്റി മീൻ എന്തുവാണെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു.